കുഷ്ഠരോഗം പിടിച്ചതാകുന്ന ഒരു നായയെ ജനങ്ങൾ മുഴുവനും ആട്ടി ഓടിക്കുന്നത് കണ്ടപ്പോൾ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ നായ എടുത്തുകൊണ്ടുപോയിട്ട് 40 ദിവസത്തോളം പരിപൂർണമായി അതിനുവേണ്ടി ഒരു ടെന്റ് കെട്ടി അതിനെ ശുശ്രൂഷിച്ച് അതിനെ രോഗമുക്തി നേടിക്കൊടുത്തിട്ട് അതിനെ പറഞ്ഞയച്ചു എന്നാണ്. 40 ദിവസമേ ജമാഅത്തിന് പോയെന്നല്ല, പിന്നെന്ത് ചെയ്യുന്നു? 40 ദിവസം എന്ത് ചെയ്തു? ഈ നായെ പരിപൂർണമായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊണ്ടു അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹു. തൻ്റെ ഇബാദത്തുകളൊക്കെ നടക്കുന്നുണ്ട്, മുറക്കി നടക്കുന്നുണ്ട്, ഇസ്ലാം പറഞ്ഞ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ജീവികളോടുള്ള കാരുണ്യം, കുഷ്ഠരോഗം പിടിച്ചതാകുന്ന ഒരു നായയെ കണ്ടാൽ ജനങ്ങൾ മുഴുവനും വെറുക്കുകയും വെറുത്തുകൊണ്ടിരിക്കുകയും കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയും ചെയ്തതാകുന്ന നായയാണ്. പക്ഷെ അതൊരു ജീവിയാണ് എന്ന് മനസ്സിലേക്ക് ബഹുമാനപ്പെട്ടവർ അതിനെ കൊണ്ടുവന്ന് 40 ദിവസത്തോളം അതിനെ ശുശ്രൂഷിച്ചു എന്നാണ്. ഇതൊക്കെയാണ് മഹാന്മാരുടെ ജീവിതം. ദുനിയാവിൽ എനിക്ക് വിഷമം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് പ്രയാസം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് കൈക്ക് കടച്ചിൽ വരുമ്പോ, കാലിന് തരിപ്പ് വരുമ്പോ, എനിക്ക് തലവേദന ഉണ്ടാകുമ്പോ, ഞാൻ ക്യാൻസറിന്റെ വേദന കൊണ്ട് പൊളയുമ്പോ ഖുർആനോദി മന്ത്രിച്ചോദിയ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആരാണ് എനിക്ക് ഓതിത്തരാനുള്ള സൂഫിയാക്കൽ? ആരാണ് എനിക്കൊന്ന് ഊതിത്തരാനുള്ളത്? വലന്ന അന്നഹുൽ ഫിറാഖ്. വ്യക്തമായവൻ മനസ്സിലാക്കുകയാണ്, ഇതെന്റെ അവസാനത്തെ യാത്രയാണ്, മടക്കമില്ലാത്ത യാത്രയാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണ്. ഇനി തന്റെ കുടുംബത്തിലേക്ക്, ഇനി തന്റെ വീട്ടിലേക്ക്, ഇനി തന്റെ നാട്ടുകാരിലേക്ക്, ഇനി തന്റെ അയൽവാസികളിലേക്ക്, ഇനി തന്റെ കുടുംബത്തിന്റെ നാഥനായി, ഇനി തന്റെ കുടുംബത്തിന്റെ രക്ഷകനായി, ഇനി മക്കളുടെ ഉപ്പയായി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഭർത്താവായി ഇനി ഞാൻ വീട്ടിലേക്ക് വരുകയില്ല. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്ന സമയം അവനെ തിരിച്ചറിയുകയാണ്. ഇനി നമസ്കരിക്കാൻ പള്ളിയുടെ ബാങ്ക് വിളിച്ചാൽ പോകാൻ പറ്റൂല. ഇനി ജുമഅക്ക് ആഗ്രഹിച്ചാലും, ഇനി ജമാഅത്തിന് ആഗ്രഹിച്ചാലും, ഇനി എനിക്ക് പള്ളിയിൽ മുസല്ല വിരിച്ചുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് ഒരു വേള പോലും നമസ്കരിക്കാൻ പറ്റൂലല്ലോ. വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ്. ഇടതുകാലിന്റെ കണങ്കാലിന് മേൽ വലതുകാലിന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് അവന്റെ കാല് വെച്ചുകൊണ്ട് അവൻ ഉരസുകയാണ്. വേദന കൊണ്ട് പൊളിയുന്ന രംഗമാണ്. മരണത്തിന്റെ മുഖം ഖുർആൻ വിവരിക്കുകയാണ്. തീർന്നില്ല. വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അവന്റെ നാഥന്റെ ഹദറത്തിലേക്ക്, അവന്റെ റബ്ബിന്റേതാകുന്ന തിരുസവിധത്തിലേക്ക് അവന്റെ ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. ആ റബ്ബാണ് അവനെ സൃഷ്ടിച്ചത്, ആ റബ്ബാണ് അവനെ പരിപാലിച്ചത്, ആ റബ്ബാണ് അവനെ വിവാഹം ചെയ്യിപ്പിച്ചത്, ആ റബ്ബാണ് അവന് സാലിഹത്തായ ഇണയെ നൽകിയത്, ആ റബ്ബാണ് അവന് മക്കളെ അല്ലാഹു നൽകിയത്. ആ റബ്ബിനെ മറന്നുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനല്ലയോ, വ്യഭിചരിച്ചുകൊണ്ട് നടന്നവളല്ലയോ, സിനിമ കണ്ടുകൊണ്ട് നടന്നവനല്ലയോ, സീരിയൽ ദർശിച്ചുകൊണ്ട് നടന്നു പോയവരല്ലയോ. ഇനി മടക്കമില്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ് ഫലാ സദ്ദഖ വലാ സല്ലാ. ജീവിതത്തിൽ അവൻ സത്യസന്ധത പുലർത്തിയിട്ടില്ല, ജീവിതത്തിൽ ഒരു സദഖയും അവൻ ചെയ്തിട്ടില്ല, ജീവിതത്തിൽ നമസ്കാരം നിലനിർത്താത്തവനാണ്, പള്ളി കയറുന്നത് അറപ്പാണ്, നമസ്കരിക്കുന്നവന് ശീലമില്ലാത്തവനാണ്. കൊറോണയുടെ ഘട്ടം മുതൽ ഇന്ന് വരെ ഒരൊറ്റ ജുമാ പോലും അവൻ നമസ്കരിച്ചിട്ടില്ല. ജമാഅത്തുകൾക്ക് പരിപൂർണമായ വിമുഖത കാണിച്ചവനാണ്, നമസ്കാരങ്ങളെ വെച്ച് പിന്തിപ്പിച്ചവളാണ്, ജുമാ നമസ്കാരത്തെ വെച്ച് പിന്തിപ്പിച്ച മനുഷ്യനാണ്. നമസ്കാരങ്ങൾക്ക് വില കൊടുക്കാതെ ജീവിതത്തിന്റെ നന്ദിക്ക് വേണ്ടി മുന്നോട്ട് പോയവനാണ്. വലാകിൻ കല്ലബ വതവല്ല. ഈ
ദുനിയാവിലെ റബ്ബിനെ കളവാക്കിക്കൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് വരുന്നവനാണ്. വാല് കേൾക്കാതെ നമസ്കാരം ചിട്ടവെക്കാതെ അള്ളാഹുവിനെ മറക്കുന്നതായ ആചാരങ്ങളുമായി മോശപ്പെട്ട സിനിമകൾ കാണാനും സീരിയലുകൾ ദർശിക്കാനും തന്റെ രാത്രിയുടെ യാമങ്ങളെ സജീവമാക്കിയവന് വലാകിൻ കല്ലബ വതവല്ല ثم ذهب إلى أهله يتمطى. ഖുർആൻ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് വാചാലനാവുകയാണ്. അവനവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു നടന്നത്, അവന്റെ കുടുംബത്തിലേക്ക് അവൻ പോയിക്കൊണ്ട് പറഞ്ഞത് അഹങ്കാരത്തോടുകൂടിയാണ്. എനിക്ക് മരണമുണ്ടാവുകയില്ല, എനിക്ക് ഖബറുണ്ടാവുകയില്ല, ഞാൻ മഹ്ശറിൽ വിശ്വസിക്കുന്നില്ല. അവന്റെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് അത്തരത്തിലായി, അവന്റെ ഫേസ്ബുക്കിൻ്റെതാകുന്ന രീതികൾ അത്തരത്തിലായി മാറി. നന്മയാർന്ന പ്രവർത്തനങ്ങളില്ലാതെ ആരെക്കുറിച്ചും മോശത്തരം കമന്റ് ചെയ്തുകൊണ്ട് മുന്നേറാൻ അവൻ തുനിഞ്ഞവനാണ്. ആലിമീങ്ങളെ കുറിച്ച്, ദീനിന്റെ അഹ്ലുകാരെ കുറിച്ച് അനാവശ്യം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയവനാ. സുബ്ഹാനല്ലാഹ് ഔലാ ലക ഫഔലാ. അവന്റെ മുന്നിൽ വന്നുകൊണ്ട് മലക്ക് പറയുകയാണ്, നിനക്ക് ബന്ധപ്പെട്ടതാകുന്ന ശിക്ഷയാണ് ഇനി നൽകാൻ പോകുന്നത്. വല്ലാത്ത രംഗമാണ്. 500 മലക്കുകൾ കൂടി ആത്മാവിനെ വേർപെടുത്തുകയാണ്. 500 മലക്ക്, 250 മലക്ക് വലതുഭാഗത്ത്, വലതുകാലിന്റെ തള്ളവരന്റെ ഭാഗത്ത്, ബാക്കിയുള്ള 250 മലക്ക് ഇടതുകാലിന്റെ തള്ളവരന്റെ ഭാഗത്ത്. നീ ചിന്തിച്ചു നോക്ക്. അസ്രായിൽ അലൈഹി ഇസ്ലാം മാത്രമല്ല മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കാൻ 500 മലക്കുകൾ. വലതുകാലിന്റെ തള്ളവരലിന്റെ ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന 250 മലക്കുകളിൽ 50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായിട്ട് ആത്മാവിനെ വേർപെടുത്തി അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ടുവരും. വലതു ഭാഗത്ത് 100. ബാക്കിയുള്ള ഇടത് ഭാഗത്ത് നിൽക്കുന്ന 250 മലക്കുകൾ അവരും തുടങ്ങും ഘട്ടം ഘട്ടമായിട്ട് ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുവരാൻ. ഇങ്ങനെ ഇടങ്ങേറായി നിൽക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ സക്കറാത്തിന്റെ ഹാൽ വളരെയേറെ പ്രയാസപ്പെടും. അള്ളാഹു സക്കറാത്തിന്റെ ഹാലിൽ നമുക്ക് സമാധാനം നൽകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിക്കാനുള്ള അവസരം അള്ളാഹു നൽകട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? എന്ത് വേണം? ഈ ദുനിയാവിൽ 5 വഖത്ത് നമസ്കാരം മുടങ്ങാതെ നമസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ താൻ ഇട്ടിരിക്കുന്നതാകുന്ന കുപ്പായത്തിന്മേൽ ഒരു പൂച്ച കിടന്ന് ഉറങ്ങുകയാണ്. ബഹുമാനപ്പെട്ടവർ ആ കുപ്പായത്തിൻ്റെതാകുന്ന കൈയുടെ ഭാഗം, കാരണം തുണിയില്ലാതെ ആൾക്കാർ മുന്നിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ കൈയുടെ ഭാഗത്താണ് പൂച്ച കിടന്നുറങ്ങുന്നത്. അത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ബഹുമാനപ്പെട്ടവർ കത്രിക എടുത്ത് മുറിച്ച് വസ്ത്രം ധരിച്ച് പള്ളിയിൽ പോയി. ജമാഅത്ത് മുടക്കാൻ പാടില്ല, എന്നാ പൂച്ചയെ ഉണർത്താനും പാടില്ല. ജീവികളോടുള്ള കാരുണ്യം അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെങ്ങാനാണെങ്കിലോ ആ പൂച്ചയെ തല്ലിക്കൊന്ന് കറി വെച്ച് കഴിച്ചിട്ട് പിന്നെ കരിക്കാൻ പോവുള്ളൂ. അത്ര ദേഷ്യമായിരിക്കും. നമ്മുടെ ഡ്രസ്സിലെങ്ങാണം കടന്നെന്ന് പറഞ്ഞു അതിനെ ഒന്നില്ലെങ്കിൽ അടിച്ച് ഓടിക്കുകയെങ്കിലും ചെയ്യും. അതിൻ്റെ ഉറക്കം പിന്നെ ഒരു 50 ദിവസത്തേക്ക് പിന്നെ അത് ഉറങ്ങൂല. ആ രീതിയിൽ അതിനെ ഓടിച്ചിട്ടുണ്ടാവും, പേടിപ്പിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്തു? ഒരു കത്രിക എടുത്തിട്ട് തൻ്റെ ഡ്രസ്സിൻ്റെ നല്ല മനോഹരമായ കുപ്പായത്തിൻ്റെ കൈയുടെ ഭാഗം ബഹുമാനപ്പെട്ടവർ കഷ്ണം മുറിച്ചു. എന്നിട്ട് ആ കുപ്പായത്തിന്റെ ബാക്കി എന്ത് വൃത്തികേടായിരിക്കും നമ്മുടെ നോട്ടത്തിൽ അങ്ങനെ ഒരു ഡ്രസ്സ്. പക്ഷെ വൃത്തികേടല്ലല്ലോ. ജീവികളോടുള്ള കാരുണ്യം പറയുക മാത്രമല്ല, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രാവർത്തികമാക്കാൻ കാണിച്ചു കൊടുക്കാൻ. അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് ആ വസ്ത്രത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ തുന്നി ചേർത്തുന്നു. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ ഈ വസ്ത്രത്തിന്മേൽ പൂച്ചയില്ല, അത് പോയിട്ടുണ്ട്, ഉറങ്ങി. അത് ഉറക്കമൊക്കെ കഴിഞ്ഞ് അത് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ബഹുമാനപ്പെട്ടവർ ആ ഡ്രസ്സിന്റെ കൈ ഇങ്ങോട്ട് എടുത്തിട്ട് അവിടെ ഇരുന്ന് തുന്നുകയാണ്. സമയം ചെലവഴിക്കുകയാണ് അതിന്. ഇന്നത്തെ പോലെ തയ്യൽ മെഷീനൊന്നും ഇല്ല. തുന്നി ചേർച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അത്രേ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല, അൽഹംദുലില്ലാ. പൂച്ചയ്ക്ക് അതിന്റെ ഉറക്കം കിട്ടി, എനിക്ക് എൻ്റെ ഡ്രസ്സ് പഴയതുപോലെ തിരിച്ചും കിട്ടി. ഈ ഒരു ജീവിതം നമ്മുടെയൊക്കെ എന്നാ സഹോദരങ്ങളെ ഉൾക്കൊള്ളുന്നത്? അള്ളാഹു നമ്മളെയൊക്കെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. 2 ആഴ്ച മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു നായയെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന ഒരു മുസ്ലിമായ ഒരു സഹോദരൻ്റെതാകുന്ന വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഒരു വീഡിയോയുടെ ദൃശ്യം.
വാർത്താ മീഡിയകൾ മുഴുവനും കവർ ചെയ്തിട്ടുണ്ടായി. കുഷ്ഠരോഗം പിടിച്ചതാകുന്ന ഒരു നായയെ ജനങ്ങൾ മുഴുവനും ആട്ടി ഓടിക്കുന്നത് കണ്ടപ്പോൾ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ നായ എടുത്തുകൊണ്ടുപോയിട്ട് 40 ദിവസത്തോളം പരിപൂർണമായി അതിനുവേണ്ടി ഒരു ടെന്റ് കെട്ടി അതിനെ ശുശ്രൂഷിച്ച് അതിനെ രോഗമുക്തി നേടിക്കൊടുത്തിട്ട് അതിനെ പറഞ്ഞയച്ചു എന്നാണ്. 40 ദിവസമേ ജമാഅത്തിന് പോയെന്നല്ല, പിന്നെന്ത് ചെയ്യുന്നു? 40 ദിവസം എന്ത് ചെയ്തു? ഈ നായെ പരിപൂർണമായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊണ്ടു അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ. തൻ്റെ ഇബാദത്തുകളൊക്കെ നടക്കുന്നുണ്ട്, മുറക്കി നടക്കുന്നുണ്ട്, ഇസ്ലാം പറഞ്ഞ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ജീവികളോടുള്ള കാരുണ്യം, കുഷ്ഠരോഗം പിടിച്ചതാകുന്ന ഒരു നായയെ കണ്ടാൽ ജനങ്ങൾ മുഴുവനും വെറുക്കുകയും വെറുത്തുകൊണ്ടിരിക്കുകയും കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയും ചെയ്തതാകുന്ന നായയാണ്. പക്ഷെ അതൊരു ജീവിയാണ് എന്ന് മനസ്സിലേക്ക് ബഹുമാനപ്പെട്ടവർ അതിനെ കൊണ്ടുവന്ന് 40 ദിവസത്തോളം അതിനെ ശുശ്രൂഷിച്ചു എന്നാണ്. ഇതൊക്കെയാണ് മഹാന്മാരുടെ ജീവിതം. ഇതൊക്കെ ഈ സമൂഹം അറിയണം. ഇന്നത്തെ നവതലമുറ നല്ലതുപോലെ മനസ്സിലാക്കണം. അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ കാരുണ്യമൊക്കെ നമുക്കും നമ്മുടെ മക്കൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ആണ്ട് കഴിക്കുന്ന ഈ പവിത്രമായ മാസത്തിൽ അവിടുത്തെ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ഈ സദസ്സ് സ്മരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറ മഹലിൽപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ എല്ലാവർക്കും, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നതാകുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എല്ലാവർക്കും അള്ളാഹു അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദിലും ഹിഫ്ളിലും ഹിമായത്തിലുമായി അള്ളാഹു നമ്മുടെ ജീവിതം വഴി നടത്തുമാറാവട്ടെ. ഞാൻ സാന്ദർഭികമായി ഈ മാസത്തിൻ്റെയും ഈ രാവുകളുടെയും ഒക്കെ പ്രത്യേകത ആയതുകൊണ്ട് ഇത് സൂചിപ്പിച്ചുവെന്ന് മാത്രം. അവിടുത്തെ ഒരു പൊരുത്തം ലഭിക്കാൻ തിരിച്ചു വരുന്നു. അപ്പൊ ദുന്യാവ് വഞ്ചനയുടേതാകുന്ന ലോകമാണ്. ഇവിടെ നന്മയാർന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം, എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ ആഖിറത്തിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സകറാത്തിൽ മൗത്ത്. ആദം സന്തതികൾ മരണാസന്നമാകുന്ന ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്നതാകുന്ന സന്ദർഭം വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേക്ക് മലക്കുകളെ പറഞ്ഞേക്കുകയാണ്. ഫയഅതി ഇലൈഹി ഖംസു മലായിക, 5 മലക്കുകൾ അവന്റെ സവിധത്തിലേക്ക് കടന്നു വരുമത്രേ. ഫയഅതിഹിൽ മലക്കുൽ അവ്വൽ വറൂഹുഹു ഫിൽ ഹുൽഖൂം. ഈ ലോകത്ത് എന്ന് വിട പറയാൻ നിലകൊള്ളുന്നതായ മനുഷ്യന്റെ ചാരത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ പറഞ്ഞേക്കുകയാണ്. അതിൽ ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് നീങ്ങി നിൽക്കുകയാണ്. വറൂഹുഹു ഫിൽ ഹുൽഖൂം, അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിൽ നിലകൊള്ളുന്ന വേളയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് വരും. 5 മലക്കുകളാണ് മരണാസനായ വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു വരിക. ഇത് മുങ്കർ നക്കീർ, ഇത് ബഹുമാനപ്പെട്ടതാകുന്ന മുങ്കർ നക്കീറോ റഖീബോ അത്തീദോ ഒന്നുമല്ല. 5 മലക്കുകൾ സെപ്പറേറ്റ് ആകുന്ന മലക്കുകൾ കടന്നു വരും. അസ്രായിൽ അലൈഹിസ്സലാമോ ഇസ്രാഫിൽ അലൈഹിസ്സലാമോ ജിബ്രീൽ അലൈഹിസ്സലാമോ ഒന്നുമല്ല. വേറെ 5 മലക്കുകൾ, സെപ്പറേറ്റ് ഉള്ള 5 മലക്കുകൾ വരും. എന്നിട്ട് ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് വരും. വറൂഹുഹു ഫിൽ ഹുൽഖൂം, അവന്റെ ആത്മാവ് അപ്പോൾ തൊണ്ടക്കുഴിയിൽ നിലകൊള്ളുന്നുവെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആത്മാവ് തൊണ്ടക്കുഴിയിൽ നിലകൊള്ളുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫയസ്അലു ലഹു, അവനോട് ആ മലക്ക് ചോദിക്കുമത്രേ. ഇതൊക്കെ നടക്കാനിരിക്കുന്ന സംഭവമാണ്. നമ്മൾ നേരിട്ട് മനസ്സിലാക്കേണ്ടുന്ന രംഗങ്ങൾ. മരിച്ചുപോയതാകുന്ന ആളുകൾ അവരുടെ മരണവേളയിൽ അവർക്കൊക്കെ വ്യക്തമായി ഈ വിഷയങ്ങളൊക്കെ കണ്ടു മുന്നേറിയവരാണ്. നമ്മൾ ആ രംഗം ഇനി എത്താനുണ്ട്, ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകാനുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ഘട്ടം നമുക്കതാണ്. മനുഷ്യ ജീവിത ഘട്ടങ്ങളിൽ 3ാമത്തെ ഘട്ടം അതാണല്ലോ.
ഒന്നാമത്തെ ഘട്ടം ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമാണ്. അത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ലോകം ആലമുദ്ദുന്യയാണ്, ഈ ഭൗതികമായ ലോകമാണ്. ഇത് നമുക്ക് കഴിയാറടുത്തിട്ടുണ്ട്, അങ്ങനെ പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും കഴിയാം. ഈ പ്രസംഗം മുഴുവിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പരിപൂർണമായി കേൾക്കുന്നവരാകുമെന്ന് നിങ്ങൾക്കും ഉറപ്പിക്കാൻ വകയില്ല. വയസ്സിലല്ല കാര്യമിരിക്കുന്നത്. ഏത് സെക്കൻഡിലും എപ്പോഴും എവിടെ വെച്ചും മനുഷ്യൻ മരണത്തെ പുൽകാം. അങ്ങനെയാണ് ലോകത്തിന്റെ അവസ്ഥ. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. എവിടെ വെച്ചും മരിക്കാം. ഇന്നലെയും ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു പ്രവാസിയായ മനുഷ്യൻ, അദ്ദേഹം ഒരു കടയിൽ കോഫി ഷോപ്പിൽ കയറി ഒരു ഗ്ലാസ് നല്ല ചൂട് ചായ ഭക്ഷണത്തിന് ശേഷം കുടിച്ച് ഒരു ഇറുക്കങ്ങോട്ട് ഇറക്കിയതിന് ശേഷം അവിടെ വെച്ച് അദ്ദേഹം കുഴഞ്ഞ് താഴോട്ട് വീഴുന്ന CCTV ദൃശ്യം. അള്ളാഹു ആ സഹോദരന് പരിപൂർണ മഗ്ഫിറത്ത് നൽകട്ടെ. നാട്ടിലും കുടുംബാദികൾ ആരും അറിയുന്നില്ല. ഈ ക്യാമറ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ. ഹൃദയാഘാതം വന്ന് അദ്ദേഹം മരിക്കുന്ന രംഗം വ്യക്തമായി അതിൽ പതിഞ്ഞത്. എവിടെ വെച്ചും മനുഷ്യൻ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, നല്ല ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പനികൾ അവനെ വിലക്കെടുത്തിട്ടുള്ളത്, അല്ലേ? ഗൾഫിലേക്ക് വരുന്നതാകുന്ന റിക്രൂട്ട്മെന്റ് ഒക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കി. 20-ന്റെയും അല്ലെങ്കിൽ 25-ന്റെയും 45-ന്റെയും ഇടയിൽ പ്രായമുള്ളവരെ മതി, അല്ലാത്തവരെ വേണ്ട. അങ്ങനെ ആരോഗ്യമുള്ള വ്യക്തിയാണ്. 45 കഴിയുമ്പോൾ തിരിച്ചു പോയിക്കോ, 25 വയസ്സെത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ വേണ്ട. നല്ല ആരോഗ്യമുള്ള കാലഘട്ടം മുഴുവനും അവൻ സൗദിയിലും മറ്റുള്ളതാകുന്ന ഗൾഫ് രാജ്യങ്ങളിലും പോയി കഷ്ടപ്പെടുന്നതിനിടയിൽ അവന് സംഭവിക്കുകയാണ് മരണം. ഇതുപോലെ തന്നെ നാട്ടിൽ മത്സ്യത്തൊഴിലാളികളാകുന്ന ആളുകൾ, എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പെരുമാതൃ നിവാസികൾ ഉണ്ടാകും. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചൊരിയട്ടെ. ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്, നഊദു ബിക മിൻ ഫുജ്അത്തിൽ മൗത്ത്. പെട്ടെന്നുള്ളതാകുന്ന മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുരിതങ്ങൾ അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ. നാടിനെ നടുക്കുന്ന മരണങ്ങൾ, ചെറുപ്പക്കാർ നാടിന് നന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കവേ പെട്ടെന്ന് മരണപ്പെട്ടു പോവാൻ എത്രയോ കഥകൾ അങ്ങനെയുണ്ട്. ഈ അടുത്തിടെ മരണപ്പെട്ടു പോയി 2 ചെറുപ്പക്കാർ വാഹനാപകടത്തിൽ കരുനാഗപ്പള്ളിയിൽ. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അങ്ങനെ എത്രയോ മരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നു. നാടിനെ നടുക്കുന്ന മരണം പിറ്റേ ദിവസം പത്രങ്ങളിലും അല്ലെങ്കിൽ തലേ ദിവസങ്ങളിൽ വാർത്ത മീഡിയ മാനങ്ങൾ ചാനലുകൾക്ക് നിറയാൻ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ ആർക്കും മറക്കാൻ പറ്റുന്നില്ല. ദിവസങ്ങളോളം കുടുംബാന്തരീക്ഷം ദുഃഖത്തിൽ തളം കെട്ടി നിലകൊള്ളും. പക്ഷെ മനുഷ്യൻ മരണത്തെ പുൽകേണ്ടി വരും, അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ തൊണ്ടക്കുഴിയിൽ റൂഹത്ത് നിൽക്കുന്ന വേളയിൽ 5 മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി നിൽക്കുമെന്നാണ്. എന്നിട്ട് ആ മലക്ക് അവനോട് ചോദിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഐന ബദനുകൽ ഖവീ വമാ അളഅഫഹുൽ أين لسانك الفصيح وما أسكته اللوم أين أهلك وقرابتك وما أوحشك منهم اليوم. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്നതായ വേള വല്ലാത്ത രംഗമാണ്. പരിശുദ്ധമായ ഖുർആൻ ആ രംഗത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയില്ലയോ? കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. ഈ ദുനിയാവിൽ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തവനാകട്ടെ, നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറിയവനാകട്ടെ, അതാ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന രംഗം ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്നതായ വേള വല്ലാത്ത രംഗമാണ്. ലോകത്തുള്ളതാകുന്ന സർവ്വ സമുദ്രങ്ങളിലെയും ജലാശയത്തിലെയും വെള്ളം കൊണ്ടുവന്ന് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ ദാഹം ശമിക്കൂല സാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതല്ലേ സകറാത്തിന്റെ ഹരിനെ കുറിച്ച് പഴയ കാലഘട്ടം മുതലേ ഉമ്മമാരും ഉപ്പമാരും വല്ലാതെ അപരാധിപ്പെടുന്നത്. ഏത് ആലിമിനെ കണ്ടാലും, ഏത് സൽക്രമം ചെയ്താലും, എന്ത് ദാനധർമ്മം ചെയ്താലും, ഏത് പള്ളിക്ക് വേണ്ടി സംഭാവന കൊടുത്താലും, ഏത് യതീം മക്കളുടെ തലയിൽ തലോടിയാലും, ഏത് പാവങ്ങളുടെ കണ്ണീരപ്പിയാലും എല്ലാവരുടെയും ആവശ്യം ഒന്ന് മാത്രമാണ്,
പറയുകയാണ്, ആഖിബത്ത് നന്നാകണേ ഉസ്താദേ, അന്ത്യം രക്ഷപ്പെടണേ രക്ഷപ്പെടണേ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആർക്കാണ് ആഖിബത്ത് നന്നാകേണ്ടത്? ആർക്കാണ് പെങ്ങളെ ആഖിബത്ത് നന്നാകേണ്ടത്? ഈ ദുനിയാവിൽ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കണേ നയിക്കണേ. പരസ്പരം കലഹിക്കാതെ നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ കൃത്യമായി നമസ്കരിക്കാൻ തയ്യാറെടുക്കുന്ന സഹോദരിമാരുണ്ടോ? ഭർത്താവിനോടുള്ള കടമകൾ പാലിച്ചവളാണോ? മാതാപിതാക്കൾ അനുസരിച്ചവരാണോ? കുടുംബ ബന്ധങ്ങൾ ശാക്തീകരിച്ചുകൊണ്ട് മുന്നേറിയവരാണോ? അയൽപക്ക ബന്ധങ്ങൾ വലിയ കണക്കായി മനസ്സിലാക്കിക്കൊണ്ട് ആ ബന്ധങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് നിലകൊണ്ടവരാണോ? ഒരാളോടും അനാവശ്യം പറയാതെ നാവിനെ സംരക്ഷിച്ചിട്ടുള്ളവരാണോ? കൈകൊണ്ട് ഹറാമ് ചെയ്യാതെ, കാലുകൊണ്ട് ഹറാമ് പ്രവർത്തിക്കാതെ, കൈകൊണ്ട് ഹറാമിലേക്ക് പിടിക്കാതെ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കാതെ, കാതുകൊണ്ട് ഹറാമ് കേൾക്കാതെ, ഹൃദയം കൊണ്ട് ഹറാമ് ചിന്തിക്കാതെ, നാവ് കൊണ്ട് ഹറാമ് സംസാരിക്കാതെ, കണ്ണുകൊണ്ട് ഹറാമായതിലേക്ക് നോക്കാതെ, എല്ലാം പടച്ചറപ്പിലേക്ക് അല്ലാഹുവിലേക്ക് എന്ന് മനസ്സിലാക്കി, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഹജ്ജ്, എന്റെ സുഹൃതം, എന്റെ ജീവിതമെല്ലാം അല്ലാഹുവിനാണ്, പടച്ചറപ്പിനാണ്. അവനാണ് ഈ ലോകത്തിന്റെ സംരക്ഷകൻ, അവനാണ് ഈ ലോകത്തിന്റെ സർവാധിപതി, അവനാണ് ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്ക് ആഹാരം നൽകുന്നവൻ. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനുണ്ടല്ലോ, അവന് വേണ്ടിയാണ് എന്റെ ജീവിതമെന്ന് കരുതി ജീവിക്കുന്ന സഹോദര. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിക്കുക, അവർക്ക് മാത്രമാണ് മരണം റാഹത്താക്കാൻ പറ്റുക. അല്ലാതെ ഈ ദുനിയാവിൽ കള്ളുകുടിച്ചവർ, ഈ ദുനിയാവിൽ വിചരിച്ചവർ, ഈ ദുനിയാവിൽ മോശമായ പ്രവർത്തനങ്ങളുമായി മോശപ്പെട്ട ജീവിതവുമായി കഴിഞ്ഞു നീങ്ങിയവരെ ഇദാ ബലഗതി തറാഖിയ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്നതായ വേള അസ്റായീൽ അലൈഹിസ്സലാമും 500 മലക്കുകളും കടന്നു വന്നുകൊണ്ട് വലതുകാലിന്റെ ഭാഗത്ത് 250 മലക്കുകൾ തമ്പടിച്ചിട്ട് അവന്റെ വലതുകാലിന്റെ പള്ളവരലിലൂടെ 250 മലക്കുകൾ 50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായി ആത്മാവിനെ വേർപെടുത്തുകയാണ്. അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവിനെ വലത് ഭാഗത്തിലൂടെ കൊണ്ടുവരുകയാണ്. ബാക്കിയുള്ള 250 മലക്കുകൾ, 500 മലക്കുകളിൽ നിന്ന് വലത് ഭാഗത്ത് 250 മലക്കുകൾ ആത്മാവിനെ വലതുകാലിലൂടെ റൂഹിനെ പിടിച്ചുകൊണ്ട് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കുമ്പോ മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്ന രംഗം ബാക്കിയുള്ള 250 മലക്കുകൾ ഇടതുകാലിന്റെ തള്ളവരയിലൂടെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ കഴുത്തിലേക്ക്, അവന്റെ അണ്ടനാണത്തിലേക്ക് അവന്റെ ശ്വാസങ്ങൾ മുഴുവനും ഇല്ലാതാക്കി തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്. ആ സമയത്ത് അവൻ വിളിച്ചു പറയുകയാണ്, ആരാണ് എന്നെയൊന്ന് മന്ത്രിച്ചൂതാനുള്ളത്? ആരാണ് എന്നെയൊന്ന് മന്ത്രിച്ചൂതാനുള്ളത്? ദുനിയാവിൽ എനിക്ക് വിഷമം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് പ്രയാസം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് കൈക്ക് കടച്ചിൽ വരുമ്പോ, കാലിന് തരിപ്പ് വരുമ്പോ, എനിക്ക് തലവേദന ഉണ്ടാകുമ്പോ, ഞാൻ ക്യാൻസറിന്റെ വേദന കൊണ്ട് പൊളയുമ്പോ ഖുർആൻ ഓതി മന്ത്രിച്ചൂതിയ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആരാണ് എനിക്ക് ഓതിത്തരാനുള്ള സൂഫിയാക്കൾ? ആരാണ് എനിക്കൊന്ന് ഓതിത്തരാനുള്ളത്? വലന്ന അന്നഹുൽ ഫിറാഖ്.
വ്യക്തമായവൻ മനസ്സിലാക്കുകയാണ്, ഇതെന്റെ അവസാനത്തെ യാത്രയാണ്, മടക്കമില്ലാത്ത യാത്രയാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണ്. ഇനി തന്റെ കുടുംബത്തിലേക്ക്, ഇനി തന്റെ വീട്ടിലേക്ക്, ഇനി തന്റെ നാട്ടുകാരിലേക്ക്, ഇനി തന്റെ അയൽവാസികളിലേക്ക്, ഇനി തന്റെ കുടുംബത്തിന്റെ നാഥനായി, ഇനി തന്റെ കുടുംബത്തിന്റെ രക്ഷകനായി, ഇനി മക്കളുടെ ഉപ്പയായി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഭർത്താവായി ഇനി ഞാൻ വീട്ടിലേക്ക് വരുകയില്ല. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്ന സമയം അവനെ തിരിച്ചറിയുകയാണ്. ഇനി നമസ്കരിക്കാൻ പള്ളിയുടെ ബാങ്ക് വിളിച്ചാൽ പോകാൻ പറ്റൂല. ഇനി ജുമഅക്ക് ആഗ്രഹിച്ചാലും, ഇനി ജമാഅത്തിന് ആഗ്രഹിച്ചാലും, ഇനി എനിക്ക് പള്ളിയിൽ മുസല്ല വിരിച്ചുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് ഒരു വേള പോലും നമസ്കരിക്കാൻ പറ്റൂലല്ലോ. വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ്. ഇടതുകാലിന്റെ കണങ്കാലിന് മേൽ വലതുകാലിന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് അവന്റെ കാല് വെച്ചുകൊണ്ട് അവൻ ഉരസുകയാണ്. വേദന കൊണ്ട് പൊളിയുന്ന രംഗമാണ്. മരണത്തിന്റെ മുഖം ഖുർആൻ വിവരിക്കുകയാണ്. തീർന്നില്ല. വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അവന്റെ നാഥന്റെ ഹളറത്തിലേക്ക്, അവന്റെ റബ്ബിന്റേതാകുന്ന തിരുസവിധത്തിലേക്ക് അവന്റെ ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. ആ റബ്ബാണ് അവനെ സൃഷ്ടിച്ചത്, ആ റബ്ബാണ് അവനെ പരിപാലിച്ചത്, ആ റബ്ബാണ് അവനെ വിവാഹം ചെയ്യിപ്പിച്ചത്, ആ റബ്ബാണ് അവന് സാലിഹത്തായ ഇണയെ നൽകിയത്, ആ റബ്ബാണ് അവന് മക്കളെ അല്ലാഹു നൽകിയത്. ആ റബ്ബിനെ മറന്നുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനല്ലയോ, വ്യഭിചരിച്ചുകൊണ്ട് നടന്നവളല്ലയോ, സിനിമ കണ്ടുകൊണ്ട് നടന്നവനല്ലയോ, സീരിയല് ദർശിച്ചുകൊണ്ട് നടന്നു പോയവരല്ലയോ. ഇനി മടക്കമില്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ് ഫലാ സദ്ദഖ വലാ സല്ലാ. ജീവിതത്തിൽ അവൻ സത്യസന്ധത പുലർത്തിയിട്ടില്ല, ജീവിതത്തിൽ ഒരു സദഖയും അവൻ ചെയ്തിട്ടില്ല, ജീവിതത്തിൽ നമസ്കാരം നിലനിർത്താത്തവനാണ്, പള്ളി കയറുന്നത് അറപ്പാണ്, നമസ്കരിക്കുന്നവന് ശീലമില്ലാത്തവനാണ്. കൊറോണയുടെ ഘട്ടം മുതൽ ഇന്ന് വരെ ഒരൊറ്റ ജുമാ പോലും അവൻ നമസ്കരിച്ചിട്ടില്ല. ജമാഅത്തുകൾക്ക് പരിപൂർണമായി വിമുഖത കാണിച്ചവനാണ്, നമസ്കാരങ്ങളെ വെച്ച് പിന്തിപ്പിച്ചവളാണ്, ജുമാ നമസ്കാരത്തെ വെച്ച് പിന്തിപ്പിച്ച മനുഷ്യനാണ്. നമസ്കാരങ്ങൾക്ക് വില കൊടുക്കാതെ ജീവിതത്തിന്റെ നാന്ദിക്ക് വേണ്ടി മുന്നോട്ട് പോയവനാണ്. വലാകിൻ കല്ലബ വതവല്ല. ഈ ദുനിയാവിലെ റബ്ബിനെ കളവാക്കിക്കൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് വരുന്നവനാണ്. വാല് കേൾക്കാതെ, നമസ്കാരം ചിട്ടവെക്കാതെ, അള്ളാഹുവിനെ മറക്കുന്നതായ ആചാരങ്ങളുമായി മോശപ്പെട്ട സിനിമകൾ കാണാനും സീരിയലുകൾ ദർശിക്കാനും തന്റെ രാത്രിയുടെ യാമങ്ങളെ സജീവമാക്കിയവന്. വലാകിൻ കല്ലബ വതവല്ല ثم ذهب إلى أهله يتمطى. ഖുർആൻ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് വാചാലനാവുകയാണ്. അവനവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു നടന്നത്, അവന്റെ കുടുംബത്തിലേക്ക് അവൻ പോയിക്കൊണ്ട് പറഞ്ഞത് അഹങ്കാരത്തോടു കൂടിയാണ്. എനിക്ക് മരണമുണ്ടാവുകയില്ല, എനിക്ക് ഖബറുണ്ടാവുകയില്ല, ഞാൻ മഹ്ശറിൽ വിശ്വസിക്കുന്നില്ല. അവന്റെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് അത്തരത്തിലായി, അവന്റെ ഫേസ്ബുക്കിൻ്റെതാകുന്ന രീതികൾ അത്തരത്തിലായി മാറി. നന്മയാർന്ന പ്രവർത്തനങ്ങളില്ലാതെ ആരെക്കുറിച്ചും മോശത്തരം കമന്റ് ചെയ്തുകൊണ്ട് മുന്നേറാൻ അവൻ തുനിഞ്ഞവനാണ്. ആലിമീങ്ങളെ കുറിച്ച്, ദീനിന്റെ അഹ്ലുകാരെ കുറിച്ച് അനാവശ്യം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയവനാ. സുബ്ഹാനല്ലാഹ് ഔലാ ലക ഫഔലാ. അവന്റെ മുന്നിൽ വന്നുകൊണ്ട് മലക്ക് പറയുകയാണ്, നിനക്ക് ബന്ധപ്പെട്ടതാകുന്ന ശിക്ഷയാണ് ഇനി നൽകാൻ പോകുന്നത്. വല്ലാത്ത രംഗമാണ്. 500 മലക്കുകൾ കൂടി ആത്മാവിനെ വേർപെടുത്തുകയാണ്. 500 മലക്ക്, 250 മലക്ക് വലതുഭാഗത്ത്, വലതുകാലിന്റെ തള്ളവരന്റെ ഭാഗത്ത്, ബാക്കിയുള്ള 250 മലക്ക് ഇടതുകാലിന്റെ തള്ളവരന്റെ ഭാഗത്ത്. നീ ചിന്തിച്ചു നോക്ക്.
അസ്രായിൽ അലൈഹി ഇസ്ലാം മാത്രമല്ല, മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കാൻ 500 മലക്കുകൾ, വലതുകാലിന്റെ തള്ളവരലിന്റെ ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന 250 മലക്കുകളിൽ 50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായിട്ട് ആത്മാവിനെ വേർപെടുത്തി അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ടുവരും. വലതു ഭാഗത്ത് 100, ബാക്കിയുള്ള ഇടത് ഭാഗത്ത് നിൽക്കുന്ന 250 മലക്കുകൾ അവരും തുടങ്ങും ഘട്ടം ഘട്ടമായിട്ട് ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഇടങ്ങേറായി നിൽക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ സക്കറാത്തിന്റെ ഹാൽ വളരെയേറെ പ്രയാസപ്പെടും. അള്ളാഹു സക്കറാത്തിന്റെ ഹാലിൽ നമുക്ക് സമാധാനം നൽകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിക്കാനുള്ള അവസരം അള്ളാഹു നൽകട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? ഈ ദുനിയാവിൽ 5 വഖത്ത് നമസ്കാരം മുടങ്ങാതെ നമസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവർക്ക് അസ്രായിൽ അലൈഹിസ്സലാം കലിമ ചൊല്ലി കൊടുക്കുമെന്നാണ് ഹദീസിലുണ്ട്. ആര് കലിമലും ആര് ചൊല്ലിത്തരും? അസ്രായിൽ അലൈഹിസ്സലാം. വേറെ ആര് വന്നില്ലെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്താ? റൂഹ് പിടിക്കുന്ന വ്യക്തി ആരാൻ? ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെ അത് വേണ്ട, റൂഹ് പിടിക്കുന്ന ആളാരാൻ? അസ്രായിൽ അലൈഹിസ്സലാം. അപ്പൊ എന്തായാലും അദ്ദേഹം വരുമെന്ന് ഉറപ്പല്ലേ? അദ്ദേഹം തന്നെ ഈ പണി ഏറ്റെടുത്താൽ റാഹത്തായി. അദ്ദേഹം യുലഖിൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഈ കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ സഹോദരൻ ഈ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കുമെന്നാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമസ്കാരം എന്ത് വേണം? 5 വഖത്ത് നമസ്കാരം ചിട്ട വെക്കണം. ചിട്ട വെച്ചാൽ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. കലിമ എല്ലാം പറ്റും. ആ സമയത്താണ് 5 മലക്കുകളിൽ 1-ാമത്തെ മലക്ക് അവരോട് ചോദിക്കുന്നത്, ഐന ബദനുക്കൽ ഖവിയ്യ, നിന്റെ ആരോഗ്യമുള്ളതാകുന്ന ശരീരം എവിടെ പോയി? നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയി? വമാ അൽഅഫഹു ലൗം, ആ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തിയത് എന്താ?